താരം പ്രഭാവതി അമ്മയാണല്ലോ. ദൈനംദിനം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പാതകളിൽ സ്ഥിരം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഫുട്പാത്തിലൂടെ വണ്ടി കയറ്റിക്കൊണ്ടുവരുന്നത്. പലരും പേടിച്ച് വഴിമാറും. ഒരു പ്രശ്നമാക്കേണ്ട എന്ന് കരുതി ക്ഷമിച്ചു വിടും. ചോദ്യം ചെയ്താൽ ഇനി എന്തെങ്കിലും വയ്യാവേലിയാകുമോ എന്ന് പേടിച്ചും മാറിപ്പോകുന്ന ആളുകളുണ്ട്. അവിടെയാണ് പ്രഭാവതി അമ്മ ഉറച്ചു നിന്ന് ചോദ്യം ചെയ്തത്. എരഞ്ഞിപ്പാലത്തെ ഔവൈ ഷൺമുഖി ഈ അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട് എന്ന് തുടങ്ങി നീളുകയാണ് പ്രഭാവതി അമ്മയ്ക്കുള്ള വാഴ്ത്തുക്കൾ. പ്രഭാവതി അമ്മ ഒരു ബോധവൽക്കരണത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രഭാവതി അമ്മ ചെയ്തത് മാതൃകാപരമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. കോഴിക്കോടുള്ളവരോട് തന്നെയാണ് ചോദിക്കുന്നത്. ആകാശ് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ആളുകൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രഭാവതി. കഴിഞ്ഞ ദിവസം എരഞ്ഞിപ്പാലം ഫുട്പാത്തിലൂടെ നിയമം ലംഘിച്ച് ഒരു ഇരുചക്ര വാഹനം കടന്നു വന്നത് അത് തടയുകയും ചെയ്ത പ്രഭാവതിയാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചാ വിഷയമായിരിക്കുന്നത്. പ്രഭാവതി ചെയ്തത് മാതൃകാപരമായ കാര്യമാണോ? നമുക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം. കോഴിക്കോട് ജില്ലേൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഫുട്പാത്തിൽ കൂടി ബൈക്കുകാർ ഓടിച്ചു പോകുന്ന അവസ്ഥ എനിക്കും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രാഫിക് പോലീസ് കൃത്യമായിട്ട് ഇടപെട്ട് അത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ആ മേഖലയിലുണ്ടാവും. അപ്പോൾ ആ സ്ത്രീയെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. ആ സ്ത്രീയുടെ നടപടി വളരെ ശ്ലാഘനീയമാണ്. അതായത് ഒരു കേർട്സി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ആൾക്കാരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റുള്ള ആൾ വൃത്തിയായിട്ട് പോയിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ വണ്ടി ഓടിച്ചാൽ യാതൊരു അപകടം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ചിന്ത ഇല്ലാതെ ഈ പറയുന്ന വാക്കിംഗ് പ്ലേസൊക്കെ ഉപയോഗിച്ചിട്ട് തിരികെ കയറ്റിയൊക്കെ പോകുമ്പോഴാണ് ഇവിടുത്തെ അപകടങ്ങൾ പലതും ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രഭാവതി അമ്മ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് നല്ല തന്നെയാണ് ചെയ്തത്. നടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ മാത്രമല്ല ടൗണിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. തിരക്കാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള കാരണം ഫുട്പാത്ത് നടന്നു പോകാനുള്ളവർക്കുള്ളതല്ലേ. അതിൽ കൂടെ വണ്ടി കയറ്റുക പറഞ്ഞാൽ അത് ഒരു എന്നിട്ട് അവരോട് മാറാനും പറയാം. അതൊക്കെ ഒരു ധിക്കാരല്ലേ. ചെറുപ്പക്കാർ അവർ ഈ ട്രാഫിക് ലോസൊക്കെ അവർ മനസ്സിലാക്കി വേണ്ടേ വണ്ടി ഓടിക്കാൻ. ആ അമ്മ എന്തായാലും ഐ അപ്രീഷിയേറ്റ് ഹെർ. ഈ തിരക്ക് പിടിച്ച ഇതിലേ എല്ലാവരും അത്രയും കൂടി ശ്രദ്ധിക്കേണ്ട പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാൽനട യാത്രക്കാരെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, വിഭാഗം. അപ്പോൾ അത് മാനിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. ഫുട്പാത്തിൽ കൂടെ ആൾക്കാർക്ക് നടക്കാനുള്ളതല്ലേ, റോഡില്ല അവിടെ ഇഷ്ടം പോലെ, അതിലൂടെ കയറ്റി പോയാൽ പോരെ. എന്തിനാ അത്ര തിരക്ക് കാട്ടുന്നത്? തിരക്ക് കാട്ടുമ്പോഴാണ് ഇങ്ങനെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ല മാതൃകാപരമായ തീരുമാനമാണ്. ആ മുപ്പത്തെങ്കിലും പ്രതികരിച്ചല്ലോ. അങ്ങനെ ആൾക്കാരങ്ങനെ പ്രതികരിച്ചാലേ ഉള്ളൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുള്ളൂ. എന്തായാലും ഒരു ചെയ്ത നല്ല കാര്യമാണ്. അല്ല, ഞാനാണെങ്കിലും അങ്ങനെ തടയൂ. അതൊക്കെ നിയമവിരുദ്ധല്ലേ. നടക്കേണ്ട സ്ഥലത്തൂടി വണ്ടി കൊണ്ടുപോകുന്ന എന്തേത്ത് പരിപാടിയാ? ഇപ്പം സാധാരണക്കാർക്ക് നടക്കാനുള്ള വഴിയാണ് ഫുട്പാത്ത്. അപ്പോൾ അതിലൂടെ വണ്ടി കയറ്റുമ്പോൾ അവർക്കും കൂടുതൽ ബുദ്ധിമുട്ടാണല്ലോ. ഒരു ഇത് നല്ല കാര്യം തന്നെ. ഫുട്പാത്തുകൾ കാൽനടയാത്രക്കാർക്കുള്ളതാണ്, അല്ലാതെ ഇരുചക്ര വാഹനങ്ങൾക്കുള്ളതല്ല എന്നാണ് ഭൂരിപക്ഷ പേരും പറയുന്നത്. കൂടാതെ വയോധികയായ പ്രഭാവതി ചെയ്ത കാര്യം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും പൊതുജനങ്ങൾ പറയുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.